നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായ് എന്നാൽ സുരക്ഷിതത്വത്തിന്റെ സ്വന്തം നാട്. അതോടൊപ്പം തന്നെ പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു നാട് തന്നെയാണ് ദുബായ്. സ്വാഗതം എന്നത് എന്നും ദുബായിയുടെ മുഖമുദ്രയാണെങ്കിലും ആ വാക്ക് തെളിഞ്ഞു തന്നെ കാണാം ഇപ്പോൾ നഗരത്തിലെ എല്ലാ വഴിയോരങ്ങളിലും. എല്ലാ വർഷവും നടക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അവസാന വാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഒക്ടോബറിൽ അരങ്ങേറാൻ പോകുന്ന എക്സ്പോ 2020യുടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചും വരികയാണ്. എന്നത്തേക്കാളും കൂടുതലായി എല്ലാ ഒരുക്കങ്ങളുമായി നഗരം സഞ്ചാരികളെ ക്ഷണിച്ചു വരികയാണ്. നഗരത്തിൽ എവിടെയും തെളിഞ്ഞു തന്നെ കാണാം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ചുരുക്കപ്പേരായ DSF. 8 മാസം കൂടിയുണ്ടെങ്കിലും എക്സ്പോയ്ക്കുള്ള ക്ഷണവും രാജ്യാന്തര വിമാനത്താവള സ്മാർട്ട് ഗേറ്റുകളിൽ ഉൾപ്പെടെ ഇപ്പോഴേ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കീശയിലെ കാശ് ചോരാതെ ഷോപ്പിംഗ് നടത്താം എന്നതാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്നത്. 14 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ഉല്ലാസ കേന്ദ്രമായ അൽസീഫിൽ DSF പ്രമാണിച്ച് പ്രത്യേക സജ്ജീകരണങ്ങളും ഉണ്ട്. ആസ്വദിക്കാൻ സഞ്ചാരികളെ ഒഴുക്ക് തന്നെ എപ്പോഴും കാണാം. ശീതകാലമായതിനാൽ വീശിയടിക്കുന്ന നേരിയ തണുത്ത കാറ്റ് ഷോപ്പിംഗ് ആനന്ദകരമാക്കുന്നു. പാരമ്പര്യത്തനിമയുള്ള കെട്ടിടങ്ങൾക്ക് കോട്ടം വരാതെ പുതിയ കാലത്തെ സന്ദർശകരെ ആകർഷിപ്പിക്കാൻ വിവിധ രൂപങ്ങളിലും ആകൃതിയിലുമുള്ള സെൽഫി പോയിന്റുകളും ഇപ്പോൾ ലഭ്യമാണ്. പ്രത്യേക വിളക്കുകൾ ക്രമീകരിച്ച സെൽഫി പോയിന്റുകളിൽ ഒറ്റയ്ക്കും കൂട്ടായും ചിത്രമെടുക്കുന്നവർ തങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ചിത്രങ്ങൾക്കൊപ്പം ഒപ്പിയെടുക്കുന്നതും നഗരത്തെ കൂടിയാണ്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ അബ്രകളിൽ സഞ്ചരിച്ച് സായാഹ്നം സന്തോഷപ്രദമാക്കുന്നു. അൽസീഫിലെ നടപ്പാതകളിൽ ആഡംബര കാറുകൾ നിരത്തിയിട്ടിട്ടുമുണ്ട്. വിൽപ്പനയ്ക്കല്ല എന്ന് മാത്രം, നറുക്കെടുപ്പിൽ സമ്മാനം നൽകാൻ വേണ്ടിയാണ്. കാറുകളുടെ സമീപത്തെത്തി തൊട്ടും തലോടിയും പോകുന്നവർ ടിക്കറ്റുകളും വാങ്ങുന്നുമുണ്ട്. ഭാഗ്യം കനിഞ്ഞാൽ കാത്തിരിക്കുന്ന സമ്മാനത്തിലാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് ടിക്കറ്റിന് പണം മുടക്കാനാകാത്തവർ കൂട്ടമായി ചേർന്ന് ടിക്കറ്റ് എടുക്കുന്നുമുണ്ട്. വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് ഓഫറുകൾ തന്നെയാണ്. 50% തുടങ്ങുന്ന വിലക്കിഴിവ് 70-80% വരെ എത്തി നിൽക്കുന്നു. വില കൂടിയ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് അയക്കുന്ന മലയാളികൾക്ക് ചാകരയാണ് DSF കാലം. 78 രാജ്യങ്ങളുടെ സാംസ്കാരിക വൈവിധ്യമാണ് ഗ്ലോബൽ വില്ലേജിന്റെ ആകർഷണം. ലോകമൊരു കുടക്കീഴിൽ എന്നത് എല്ലാ രീതിയിലും പ്രാവർത്തികമാക്കിയ വിപുലമായ ഷോപ്പിംഗ് സാമ്രാജ്യം. 26 പവലിയനുകൾക്കൊപ്പം 3500 കടകളും കൂടിയാകുമ്പോൾ ആഗോള ഗ്രാമം ലോകത്തിന്റെ പരിച്ഛേദം തന്നെയായി മാറുന്നു. എല്ലാ വൈകുന്നേരവും ഗ്ലോബൽ വില്ലേജിൽ കലാപരിപാടികളും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് നൃത്തവും പാട്ടും ഉൾപ്പെടെ അവതരിപ്പിച്ചു പോരുന്നത്. ഇതിനു പുറമെയാണ് ഓരോ രാജ്യത്തിന്റെയും പവലിയനുകളിലെ സാംസ്കാരിക വൈവിധ്യം. വിശാലമായ പവലിയനാണ് ഇന്ത്യയുടേത്. ദോശ ഉൾപ്പെടെ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളുമാണ് പ്രത്യേകത. ഇന്ത്യക്കാരേക്കാൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ സ്വാദും പാരമ്പര്യവും തേടിയെത്തുന്നവരിൽ അധികവും. വിനോദം, ഉല്ലാസം, നഗരത്തിലെ ബീച്ചുകൾ, വൈകുന്നേരമായ സംഗീത സാന്ദ്രമാണ് നഗരം. പാട്ടുകൾ ഒരുക്കി വരുന്ന സ്പീക്കറുകൾ മിക്കയിടത്തുമുണ്ട്. ഈന്തപ്പനകളും ചെടികളും പോലും വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി, മാന്ദ്യം എങ്ങനെ എല്ലാ ആശങ്കകളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയം. മെച്ചപ്പെട്ട കച്ചവടം, മനം നിറയുന്ന ഉല്ലാസം, സാങ്കേതിക വൈജ്ഞാനിക രംഗത്തെ ഉണർവും പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ശുഭപ്രതീക്ഷയിലാണ് ദുബായ്. ഓരോ സന്ദർശകനെയും പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ. ഒരു നാട് ഒരു മനസ്സോടെ നീങ്ങുമ്പോൾ വിജയം സുനിശ്ചിതം എന്ന് തെളിയിച്ചിട്ടുണ്ട് ദുബായ്. ഒരിക്കൽ കൂടി തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ് രാജ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.